അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനാണ്. പാവം വിശാലും ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണ്. പാവം കമലഹാസൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ വിശാലും കമലഹാസനും ഇൻക്ലൂഡിംഗ് രജനീകാന്ത് പോലും ചെയ്യാത്ത ഒരു പണി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പണത്തിന് വേണ്ടിയല്ല ഇദ്ദേഹം രാഷ്ട്രീയം വരുന്നത്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യണം വിചാരിച്ചിട്ടാണ്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് മുമ്പ് ചിന്തിച്ചില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ADMK സ്ട്രോങ് ആയിരുന്നു, നോട്ട് ദ പോയിന്റ്. അദ്ദേഹം വന്നിട്ട് വലിയ വെച്ചമില്ല. വിജയകാന്ത് വന്ന് പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇന്ന് ഇദ്ദേഹത്തിന് സ്കോപ്പ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ADMK വളരെ പുറകിലാണ്. പെർഫെക്റ്റ് ടൈമാണ്. അതായത് DMK വെറുക്കുന്ന ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും? BJP ആണെങ്കിൽ അവർ ശ്രമിക്കുന്നു, പക്ഷെ അവർക്ക് അവർ ഉദ്ദേശിക്കുന്നതിൽ എത്തുന്നില്ല. അപ്പൊ വിജയിക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് വിജയ് ചിന്തിക്കുന്നു. 224 8 സീറ്റ് വരെ വിജയ് അടക്കം 8 പേര് വരെ ജയിക്കാവുന്നതേ ഉള്ളൂ. 8% സന്തോഷ് പണ്ഡിറ്റിന്റെ നിരീക്ഷണത്തിൽ. അതായത് അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വരുന്നത്. പിന്നെ കറക്റ്റായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് പൊളിറ്റിക്സ് മനസ്സിലാക്കിയാണ് വിജയുടെ ഇൻട്രോ എന്ന് പറയാം തമിഴ്നാട്ടിലേക്ക്. അദ്ദേഹത്തിന്റെ ജനപിന്തുണ അദ്ദേഹം വോട്ടാക്കി മാറ്റി. അതാണ് അദ്ദേഹത്തിന്റെ ബ്രില്യൻ്റ് എന്ന് പറയാം. മറ്റുള്ള കമൽഹാസൻ, രജനീകാന്ത്, വടിവേലു അങ്ങനെയുള്ള താരങ്ങളെയൊക്കെ അവർക്കൊന്നും ഇല്ലാത്തൊരു സംഭവമുണ്ട്, മൂള വ്യക്തമായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ മറ്റുള്ളവർക്ക് അഭിനയിക്കാനുള്ള മൂളയുണ്ട്, അതെല്ലാം നല്ല പറയുന്നത്. പക്ഷേ പൊളിറ്റിക്സിൽ കറക്റ്റായിട്ട് താൻ എന്ത് ചെയ്താലാണ് താൻ വിജയിക്കുമെന്നുള്ളൊരു കറക്റ്റ് ഒരു വിഷൻ വിജയിക്കുണ്ടായിരുന്നു. ഇതിന്റെ റിസൾട്ടാണ് വിജയ് 2026 TVK വെച്ചിട്ട് വിജയ് നേടിയ വിജയം. കറക്റ്റ് തമിഴ്നാട് രാഷ്ട്രീയം എന്താണെന്ന് വിജയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരു വിജയമാണ് വിജയുടെ ഈ ഒരു വിജയം. കണ്ടറിയാം തളപതി ഇനി തമിഴ്നാട് ഭരിക്കുന്നത് എങ്ങനെയാണെന്ന്.